അങ്ങനെയാണെങ്കിൽ ഈ യോസേഫിനെ കാരാഗ്രഹത്തിനകത്ത് ഒരു ചെറിയ അധിപതി പോലെയാക്കി വെച്ചു. കള്ളനെന്ന് മുദ്രകുത്തി, വ്യഭിചാരി എന്ന് മുദ്രകുത്തി, യജമാനന്റെ ഭാര്യയ്ക്ക് ദോഷം വരുത്തിയവനെന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിനകത്ത് അടച്ചില്ലേ? അവനെ കാരാഗ്രഹത്തിനകത്ത് ചില സ്ഥാനങ്ങൾ കൊടുത്ത് കാരാഗ്രഹ പ്രമാണിയാക്കി. കാരാഗ്രഹ പ്രമാണി യോസേഫിനെ വീക്ഷിക്കുമ്പോഴെല്ലാം യോസേഫ് വിശ്വസ്തനാണ്, നീതിമാനാണ്, തെറ്റ് ചെയ്യുന്നില്ല. ആമേൻ. അപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി, ഇവൻ കുഴപ്പം ചെയ്തതുകൊണ്ട് ഇവൻ ഈ കാരാഗ്രഹത്തിനകത്ത് വന്നതല്ല. ഇവനോട് ആരൊക്കെയോ അനീതി ചെയ്ത് ഇവന്റെ ഉയർച്ചയിൽ വേദനിച്ച്, ഇവന്റെ ഉയർച്ചയിൽ മനം നൊന്ത്, ആമേൻ, ഇവന്റെ അനുഗ്രഹത്തിൽ അസൂയാലുവായി ഇവനെ ഇതിനകത്ത് അടച്ചതാണെന്ന് കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വേദന വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പിറുപിറുക്കാറുണ്ട്. ഈ ദൈവം എന്തിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുത്തിയത്? പ്രാർത്ഥിക്കുന്ന എനിക്ക്, വിശ്വസ്തനായി നിന്ന എനിക്ക്, ആമേ, ഉണ്മയായി നിന്ന എനിക്ക് ഇങ്ങനെയൊക്കെ വരാമോ? ആമേ, എന്റെ വീടിനകത്ത് പ്രശ്നങ്ങൾ വരുന്നില്ലേ? എന്റെ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ വരുന്നില്ലേ? എന്റെ സഹോദരന്മാരെന്നോട് കയർക്കുന്നില്ലേ? എന്നെ സ്നേഹിക്കേണ്ടവർ എനിക്കെതിരായി മാറുന്നില്ലേ? ഇനിയും ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കണമോ എന്ന് ചില ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് തോന്നും. അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നിട്ട്, ദൈവസന്നിധിയിൽ നീതിമാനായി നിന്നിട്ട്, പാപം ചെയ്യാതെ നിന്നിട്ട്, ആമേൻ, ജീവിതത്തിൽ വേദന വരുമ്പോൾ ഇനി എന്തിന് നീതിമാനായി നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ? ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നിട്ട് അപമാനം വന്നാലും എടുത്ത തീരുമാനത്തിൽ മാറാത്തവൻ ദാനിയേല് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദാനിയേലിനെതിരായി രേഖ എഴുതി. എന്നാൽ ദാനിയേൽ എന്ത് ചെയ്തില്ല? ഭയപ്പെട്ടില്ല. നേരത്തെ ചെയ്തു വന്നതുപോലെ യെരൂശലേമിലേക്ക് കിളിവാതിലുകൾ തുറന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് ഈ പകലിൽ ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ത് എന്നാൽ, നീ വിശ്വസ്തനായി നിൽക്കുമ്പോ, നീ നീതിമാനായി നിൽക്കുമ്പോ, നീ പാപത്തെ വിട്ടു ഓടുമ്പോ, നീ പാപത്തെ ഭയന്നു ഓടുമ്പോ, ദൈവത്തെ ഭയന്നിട്ട് നീ പാപം ചെയ്യാതിരിക്കുമ്പോ, നീ തെറ്റ് ചെയ്താതെ നീ തെറ്റ് ചെയ്തെന്നുള്ളൊരു പേര് നീ കേൾക്കുമ്പോ, നിന്റെ ജീവിതത്തിൽ നിന്ന വരുമ്പോ, അവമാനം വരുമ്പോ, നീ അവിടെയും വിശ്വസ്തനായി നിന്നാൽ മറ്റുള്ളവർക്ക് മുൻപിൽ നിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്.